ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് ദിവസമായി ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു സ്റ്റിച്ചിങ് വീഡിയോ തന്നെയാണ്, വേറെ ഒന്നുമല്ല, ചുരിദാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചുരിദാർ ഞാനൊരു 5 പീസ് ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നിനല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ആ ഉത്സവത്തിന് ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 പീസ് ചുരിദാറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നെറ്റാണ് കേട്ടോ. നെറ്റുമ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയലാണ് ഉള്ളത്. അപ്പോൾ അതിന് ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അളവ് വെച്ചിട്ട് ഈ ഒരു ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സാധാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അല്ല, കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് നെക്കാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഷോൾഡർ, ആം ഹോളും അങ്ങനെ ഇത് സ്ലിറ്റുള്ള ചുരിദാറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു തുണിയും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ സ്ലീവിനുള്ളത് അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സ്ലീവിന് ലൈനിങ് ഒന്നുമില്ല, ഫുൾ സ്ലീവാണ് വരുന്നത്. അപ്പോൾ അതിനുള്ളത് നമ്മൾ അളവെടുത്തിട്ട് അതിനുള്ളതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഇത് റൗണ്ട് നെക്ക് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് സ്ക്വയർ നെക്ക് ആയിട്ടുണ്ട്. അത് നമ്മൾ റൗണ്ട് നെക്ക്, പിന്നെ അവർ സ്ക്വയർ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് കൂടി വെക്കുക കേട്ടോ. വേണമെങ്കിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്താം കേട്ടോ. നെക്കിൻ്റെ അവിടെ ക്യാൻവാസ് ഒന്നും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിനിപ്പോൾ അവരൊരു കട്ടിക്ക് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് വെച്ച് കൊടുക്കുക. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പിന്നൊക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു മൂലിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ സൂചി താഴ്ത്തി വെച്ചിട്ട് വേണം, പിന്നെ ആ ഒരു പ്രഷർ ഫുട്ട് പൊന്തിച്ചിട്ട് വേണം നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ വേണം ചെയ്യാൻ. അപ്പോൾ അത് കറക്റ്റ് സ്ക്വയറായിട്ട് വരുള്ളൂ കേട്ടോ. ഇപ്പോൾ വീനക്കായാലും ആ ഒരു വീട് ആ ഒരു കോർണറിലെത്തുമ്പോൾ നിങ്ങളത് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നുണ്ട്. അതിന് നിങ്ങൾ ഈ നെറ്റൊക്കെ ആകുമ്പോൾ എന്തായാലും അത് പിന്നി വെച്ച് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു മൂലയുണ്ടല്ലോ അവിടെ ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കറക്റ്റ് ഒരു സ്ക്വയർ കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഈ ഒരു പീസ് വെച്ച് അടിച്ചില്ല, ആ ഒരു പീസും ലൈനിങ്ങും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്കൊരു ഫിനിഷിങ്ങിൽ കിട്ടും. ഇതിന് ശേഷം ആ ഒരു പീസ് ഇതും ഈ ലൈനിങ്ങും ഇതുപോലെ
മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ലല്ലോ, അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ബാക്ക് നെക്കാണ് കേട്ടോ. ബാക്ക് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ക് നെക്ക് റൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രണ്ട് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോൾഡർ നമ്മൾ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തുള്ളത്. പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് സ്ലീവ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. സ്ലീവിന് നമ്മൾ ലൈനിങ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നെറ്റായ കാരണം നമ്മൾ ലൈനിങ്ങും ഈ ഒരു നെറ്റിൻ്റെ ഒരു തുണിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതാകുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നാണ് ഞാൻ സ്ലീവ് വെക്കൽ. അത് എല്ലാ സ്റ്റിച്ചിങ്ങിനും അങ്ങനെ തന്നെയാണ് ചെയ്യാൽ. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തുള്ള സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ അളവ് ഡ്രസ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡ് ഓപ്പണിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് വരച്ച് അതുമ്പോൾ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് ഓപ്പണുള്ള ചുരിദാറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി കൊടുത്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോയാൽ തന്നെ അത് ചുരുങ്ങിയിട്ടൊക്കെ നിൽക്കും. പിന്നെ ഈ ഒരു നെറ്റിൻ്റെ തുണി പൊന്തി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പരമാവധി നിങ്ങളിത് പിന്നുണ്ടല്ലോ, ബോൾ പിന്ന്, ആ ഒരു പിന്ന് കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് ഓപ്പണിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് കുടുക്കിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിർത്താം. എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് വീണ്ടും ഒരു നിവർത്തിയിട്ടിട്ട് നമ്മൾ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതിന് മുന്നായിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കറക്റ്റ് സ്ട്രൈറ്റിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ. എന്നാൽ പിന്നെ നല്ല വൃത്തിയിൽ നമുക്ക് സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് ശേഷം നമ്മൾ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഒരു തലക്ക് ഇതുപോലെ മടക്കിയിട്ട് മറ്റേ തലക്ക് കൊടുന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ ലൈനിങ്ങും ഈ ഒരു ചുരിദാറിൻ്റെ ആ ഒരു തുണിയും എന്താണ് ഇങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് പൊന്തി നിൽക്കും, നെറ്റ് പൊന്തി നിൽക്കും കേട്ടോ. നമ്മൾ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഞാൻ ഇതുപോലെ കാണുന്നുണ്ട്, അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് വേണം എടുക്കാൻ. ശരിക്കും ആ ഒരു ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് വരണം കേട്ടോ, എന്നാലേ ആ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നല്ല ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ ചുരിദാർ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അളവൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചുരിദാറാണ് നമ്മൾ ഡാൻസിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. 5 പീസാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസം കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നേരിട്ട് കാണുമ്പോൾ അതിനെക്കാട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു വൈറ്റ് ഡിസൈൻ ഉണ്ടല്ലോ, അതുപോലൊക്കെ നന്നായിട്ട് ഗ്ലിറ്ററിങ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് വരാം.